ഇതൊരു ഭൂചലനം എന്ന നിലയിൽ പറയാൻ കഴിയില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. ഉഗ്രശബ്ദത്തിന്റെ കാരണം പരിശോധിച്ചു വരുന്നു എന്നാണ് വിശദീകരണം. വയനാട് ജില്ലയുടെ പല ഭാഗത്തു നിന്നും സമാനമായ പ്രശ്നമുണ്ട് എന്ന വിവരം വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ഈ ഭൂമികുലുക്കത്തിന് സമാനമായ ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. അവിടെ ആ മേഖലയിലെ തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടുണ്ട്. ദുരന്തബാധിത മേഖലകൾ രാവിലെ തെരച്ചിൽ തുടങ്ങിയിരുന്നു, ഇപ്പോൾ അതവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ അവിടെ നിന്ന് വിവരങ്ങൾ നൽകും. ഷഹദ്, രാവിലെ തന്നെ ഈ നാട്ടുകാർ ദുരന്തബാധിതരൊക്കെ ഇന്നത്തെ തെരച്ചിലിൻ്റെ ഭാഗമായി അവിടെയുണ്ട്, നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ഈ ഭൂമികുലുക്കത്തിന് സമാനമായ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നാണല്ലോ ഷഹദ് പറയുന്നത്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വയനാട്ടിലെ ഉഗ്രശബ്ദം അതൊരു ഭൂചലനം എന്ന് പറയാനായിട്ടില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ് എന്ന് പരിശോധിച്ചു വരുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. അതിനിടയിലാണ് ഈ ഉരുൾപൊട്ടൽ മേഖലയായ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ഭൂമി കുലുങ്ങി എന്ന വിവരം കൂടി വരുന്നത്. ആ മേഖലയിലെ തെരച്ചിൽ ഏതാണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷഹദ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഹദ്, അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ ആർക്കെങ്കിലും ഇതൊരു ഭൂമി കുലുക്കം പോലെ അനുഭവപ്പെട്ടിരുന്നോ? നമുക്കൊപ്പം ഇപ്പം വിജയകുമാർ ഉള്ളത് സിവിൽ ഡിഫൻസിലെ ടീം അംഗങ്ങളാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെ തിരച്ചിൽ നടത്തുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇവർക്ക് ഇത്തരത്തിൽ അനുഭവപ്പെട്ടത് എന്ന് ഇവർ പറയുന്നു. സാർ, ശരിക്കും എവിടെ നിന്നാണ്, എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ പുലിമറ്റത്ത് ഏറ്റവും മുകളിലായിട്ട് ഞങ്ങൾ സെർച്ചിന് പോയിരിക്കുക. ഞങ്ങൾ ഓഫീസർ പറഞ്ഞതനുസരിച്ച് സെർച്ചിന് പോയ സമയത്ത് ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പാറമടയിലേക്ക് സ്ഫോടനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ പോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ പരസ്പരം ഉണ്ടായിരുന്നവർ പറയുകയും ചെയ്തു എന്തോ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് വിട്ടു. അതിനുശേഷം ഒരു കുറച്ച് സെക്കൻഡിനുള്ളിൽ വീണ്ടും ഒരെണ്ണം കൂടി വന്നിരുന്നു. അപ്പോൾ എന്തോ ഒരു ഇതുപോലെ തോന്നി. ഞങ്ങൾ ഓഫീസറുടെ അടുത്ത് വന്ന് ഞങ്ങളത് പറഞ്ഞിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ന്യൂസ് വരുമ്പോഴാണ് അത് ഭൂമികുലുക്കത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ അറിയുന്നത്. ആ സമയത്ത് ഞങ്ങൾ അസ്വാഭാവികത പറഞ്ഞിരുന്നു, ഞങ്ങൾ ഓഫീസറിനോട് പറഞ്ഞിരുന്നു. സാർ, ഇവിടെ നിൽക്കുമ്പോഴാണല്ലേ, ഈ മുണ്ടക്കൈ ഭാഗത്ത് നിൽക്കുമ്പോൾ മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോൾ JCB ഉപയോഗിച്ച് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അത് സെർച്ചിങ്ങിൻ്റെ അവസാന ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഞാനൊരു വലിയൊരു ഹ്യൂജ് പാറയിൽ കയറി നിൽക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും പ്രകമ്പനം അനുഭവപ്പെട്ടത്. 1 മിനിറ്റ് ഇടപെട്ട് 2 പ്രാവശ്യം എനിക്ക് പ്രകമ്പനം അനുഭവപ്പെട്ടു. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഡ്യൂട്ടി ഇൻചാർജായ STO സുരേഷ് സാറിനോട് ഞാൻ വിവരം ധരിപ്പിച്ചു. അപ്പോൾ തന്നെയാണ് കൺട്രോൾ റൂമിൽ നിന്ന് STO സാറിന് മെസ്സേജ് വന്നത്, എത്രയും പെട്ടെന്ന് സെർച്ച് ഡ്യൂട്ടി അവസാനിപ്പിച്ച് എല്ലാവരും കൺട്രോൾ റൂമിലേക്ക് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നത്തെ സെർച്ചിങ് അവസാനിപ്പിച്ച് ഞങ്ങൾ കൺട്രോൾ റൂമിലേക്ക് പോവുകയാണ്. അതായത് ഇപ്പം ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ട് നിർത്തി പോവുകയാണ്, ചെല്ലാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് കൺട്രോൾ റൂമിലേക്ക് എത്താൻ പറഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ അവിടെ നീങ്ങുകയാണ്. ഇപ്പം ഈ മെസ്സേജ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അതെ. അതാണ് വിജയകുമാർ. ഞാൻ നിൽക്കുന്നത് പുഞ്ചിരിമട്ടത്തും അതേ മുണ്ടക്കൈൻ്റെ ഇടയിലായിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന തെരച്ചിൽ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു. ഇവിടെയുള്ള സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സിനോടും അതുപോലെ തന്നെ മറ്റംഗങ്ങളോടും ഇവിടുന്ന് മാറാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ എക്യുപ്മെൻസുമായിട്ട് പുറത്തേക്ക് മാറാൻ പറഞ്ഞിട്ടുണ്ട്. ആളുകൾ ഇവിടുന്ന് മാറ്റം ചെയ്ത് എല്ലാവരും മാറുകയാണ്. അപ്പോൾ ഇന്നത്തെ തെരച്ചിലും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചെന്നാണ് ഞങ്ങളുടെ ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന തെരച്ചിൽ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഇവർ മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളും ഈ നാല് ഉദ്യോഗസ്ഥരെ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം ഇവരെയും ഇവിടുന്ന് മാറ്റുകയാണ്. ഇവരോട് ഉടൻ തന്നെ കൺട്രോൾ റൂമിൽ ബന്ധപ്പെടാനും അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും, ഫയർഫോഴ്സിൻ്റെതാകട്ടെ അല്ലെങ്കിൽ ബാക്കി ആളുകളാകട്ടെ, ഇപ്പോൾ അത് കുറച്ചുകൂടി ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൂടി ഇപ്പോൾ ഈ ജോലി അവസാനിപ്പിച്ച് പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട് അവിടെയുള്ള ആളുകളോട് ഉടൻ തന്നെ തിരിച്ചു വരാൻ. അപ്പോൾ അത്തരത്തിൽ തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവരും ഇപ്പോൾ ഇവിടെ നിന്ന് സുരക്ഷിതമായ മറ്റിടങ്ങളിലേക്ക് മാറുകയാണ്. 2 തവണയാണ് ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു ശബ്ദം കേട്ടു അല്ലെങ്കിൽ പ്രകമ്പനം ഉണ്ടായി എന്ന് പറയുന്നത്. അത് ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ ആണ് എന്ന് പറയുന്നു. ഒന്ന് പുഞ്ചിരിമട്ടത്ത് തെരച്ചിൽ നടത്തുന്ന ഘട്ടത്തിലായിരുന്നു, അത് ഏറ്റവും മുകളിലായിരുന്നു, ഈ പുഞ്ചിരിമട്ടത്തിന്റെ ഏറ്റവും മുകളിലായിരുന്നു ഈ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നത്. അവിടെയായിരുന്നു ഈ ശബ്ദവും അതുപോലെ തന്നെ ഒരു വൈബ്രേഷനും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ മുണ്ടക്കൈന്റെയും പുഞ്ചിരിമട്ടത്തിന്റെയും ഇടയിലായിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ ഈ വലിയ പാറക്കല്ലിന് മുകളിൽ കയറി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് അത് അനുഭവപ്പെടുകയും അവർ ഉടൻ തന്നെ ഇപ്പോൾ ഈ നിലവിൽ ഭൂകമ്പത്തിൻ്റെതായ ഒരു സൂചനകളും ഈ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താനായിട്ടില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. ഈ വയനാട് പൊഴുതന മേഖലയിൽ ഈ കേൾക്കുന്ന ശബ്ദം സംബന്ധിച്ച് ഭൂകമ്പ രേഖകൾ പരിശോധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് കണ്ടെത്താൻ പ്രാദേശിക നിരീക്ഷണം നടത്തുന്നു എന്നാണ് പറയുന്നത്. നിലവിൽ ഭൂകമ്പം എന്ന നിലയിൽ ഒരു സൂചനയുമില്ല. ആ മേഖലയിൽ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പല
ഭാഗത്തു നിന്നും, വയനാട് ജില്ലയുടെ പല ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിന്ന് ഇത്തരം വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ ആ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. നിലവിൽ ഒരു ഭൂകമ്പം ആ മേഖലയിൽ എവിടെയെങ്കിലും ഉണ്ടായതായി അത്തരത്തിലൊരു പ്രകമ്പനത്തിൻ്റെതായ സൂചനകളൊന്നും വന്നിട്ടില്ല. പൊഴുതന മേഖല അതിനോട് ചേർന്ന ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ശബ്ദം, പ്രകമ്പനം ഉണ്ടായി എന്ന് പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ചേരുന്നുണ്ട്. അപ്പോൾ ജിയോളജി വകുപ്പിന് എന്തെങ്കിലും അതിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രതീഷ്, എന്താണ് അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം നൽകാൻ പറ്റുന്ന സമയമായിട്ടുണ്ടോ? വിജയകുമാർ, വയനാട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന തലത്തിൽ ഈ ഭൂചലനം അല്ലെങ്കിൽ ഭൂകമ്പം ആ മേഖലയിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റിയോ ജിയോളജി വകുപ്പോ പോയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കുന്നു എന്നുള്ള ഔദ്യോഗിക വിശദീകരണം മാത്രമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊഴുതന മേഖലയിൽ നിന്നാണ് പ്രാദേശികരായ ആളുകൾ ഒരു പ്രകമ്പനം കേട്ടത്. നിലവിൽ ഈ പ്രകമ്പനം ഉണ്ടായി എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ഭൂചലനത്തിന്റെ സൂചനയാണോ അല്ലെങ്കിൽ ഭൂചലനമാണോ എന്ന തരത്തിൽ സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. നിലവിൽ ഈ മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ട്, ഗ്രൗണ്ട് പരിശോധന നടത്തുന്നു എന്നതാണ് നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്ന കാര്യം. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം നിലവിൽ വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവർ ഈ മേഖലയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ആ പരിശോധന പൂർത്തിയായ ശേഷം മാത്രമേ ഈ ഉണ്ടായ പ്രകമ്പനം ഒരു ഭൂചലനമാണോ എന്ന തരത്തിൽ ഒരു സ്ഥിരീകരണം നടത്താൻ കഴിയുകയുള്ളൂ. നേരത്തെ നിയോഗിച്ചിരുന്ന റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഈ മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ പ്രാദേശികരായ ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം വിളിച്ചറിയിച്ചത്. അതിന് പിന്നാലെ റവന്യൂ ഉദ്യോഗസ്ഥരെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ മേഖലയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താൻ. അതിനുശേഷം ഈ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും ഈ മേഖലയിലേക്ക് തിരിച്ചു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടായേക്കും. ആദ്യഘട്ടത്തിൽ ഈ ഒരു മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അങ്കണവാടികൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുള്ളത്. ഈ മുൻകരുതൽ നടപടികൾക്ക് വേണ്ടി ഈ മേഖലയിൽ നിന്ന് ഈ ആളുകളെ മാറ്റി നിർത്താനുള്ള ഒരു നിർദ്ദേശവും സർക്കാർ തലത്തിൽ പ്രാഥമികമായി നൽകിയെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ജിയോളജി വകുപ്പിൽ നിന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും. വിജയകുമാർ.